എറണാകുളം തൃക്കാക്കര നഗരസഭയ്ക്ക് കീഴിലുള്ള അങ്കണവാടിയിൽ 3 വയസ്സുകാരിയുടെ മേലെ പാമ്പ് വീണു. പാമ്പിന്റെ കടിയേൽക്കാതെ കുഞ്ഞ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ശുചിമുറിയിൽ കൈ കഴുകുന്നതിനിടയിലായിരുന്നു വാഷ് ബേസിന് മുകളിൽ നിന്ന് പാമ്പ് വീണത്. അണലിയാണ് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പം. ഷാബാസ് അഹമ്മദ്, ഞെട്ടിക്കുന്ന വാർത്തയാണ്, എന്താണ് സംഭവിച്ചത്? എറണാകുളം കാക്കനാട് NGO ക്വാർട്ടേഴ്സിന് സമീപമുള്ള ഈ ഇല്ലത്തുമുകൾ അംഗനവാടിയിലാണ് ഒരു കുട്ടിയുടെ മുകളിലേക്ക് പാമ്പ് വീണത്. ഇന്നലെ ഉച്ചഭക്ഷണത്തിന് ശേഷം കുട്ടി കൈ കഴുകാനായി ശുചിമുറിയിലേക്ക് പോയതായിരുന്നു. അവിടെ നിന്നാണ് ഈ വാഷ് ബേസിന് മുകളിൽ നിന്ന് ഈ പാമ്പ് കുട്ടിയുടെ ദേഹത്തേക്ക് വീണത്. കുട്ടി ഭയന്ന് വിളിച്ചതിനെ തുടർന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകൾ ഓടി വന്ന് ഈ പാമ്പിനെ തല്ലിക്കൊന്നു. കുട്ടിയെ തൃക്കാക്കര സഹകരണ ആശുപത്രിയിലും പിന്നീട് കാക്കനാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുട്ടിക്ക് ഭാഗ്യത്തിന് പാമ്പ് കടി ഏറ്റിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിരീക്ഷണത്തിന് ശേഷം കുട്ടിയെ വീട്ടിലേക്ക് വിട്ടയച്ചു. എന്തായാലും ഭാഗ്യം കൊണ്ട് തന്നെയാണ് ഈ കുട്ടിയുടെ മേൽ പാമ്പ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടതെന്ന് തന്നെ പറയണം. കാരണം മുകളിൽ നിന്ന് വീണതോടെ ഈ കുട്ടി ഭയന്ന് നിലവിളിച്ചു മാറി. തുടർന്ന് ഈ പാമ്പിനെ നാട്ടുകാർ എത്തി തല്ലിക്കൊല്ലുകയായിരുന്നു. ഈ അംഗനവാടിക്ക് ചുറ്റും കാട് മൂടിക്കിടന്ന പ്രദേശമായിരുന്നു എന്നാണ് ഈ പ്രദേശത്തുള്ളവർ പറയുന്നത്. കാരണം ഇതിന് ചുറ്റും ഒഴിഞ്ഞു കിടക്കുന്ന NGO ക്വാർട്ടേഴ്സാണ്, കുറേ കാലമായി ഉപയോഗമില്ല. ഈ കാട് പടർന്ന പ്രദേശത്ത് നിന്നാണ് ഈ പാമ്പ് അംഗനവാടിയിലേക്ക് എത്തിയതെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. ഈ പ്രദേശത്തെ കൗൺസിലർ സജീന അക്ബർ ഉണ്ട്. എങ്ങനെയായിരുന്നു ഈ പാമ്പ് വന്നത്, മനസ്സിലായോ? എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചാൽ അറിയില്ല. വാഷ് ബേസിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വന്നതാണെന്നാണ് കുട്ടി പറയുന്നത്. വാഷ് ബേസിനുള്ളിൽ കുട്ടി വാഷ് ചെയ്യുന്ന സമയത്ത് ദേഹത്തേക്ക് വീണു എന്നാണ് പറയുന്നത്. കുട്ടി വേഗം നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. കുട്ടിയുടെ അമ്മയുണ്ടായിരുന്നു കുട്ടിയുടെ ഒപ്പം ഇന്നലെ അംഗൻവാടിയിൽ. അപ്പം കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞപ്പം പക്ഷേ കടിച്ച അടയാളങ്ങളോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളോ കാണിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഈ വാഷ് ബേസിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ ഇങ്ങനെ ഒരു പാമ്പിനെ കണ്ടത്. അപ്പോൾ പ്രാഥമികമായിട്ട് ടീച്ചേഴ്സിനൊന്നും അറിയില്ലാത്തതുകൊണ്ട് അവർ കരുതി ഇതിങ്ങനെ ഇരിക്കുന്നതായിരിക്കും, അണലിയാണ് എന്ന് ഒരു സംശയം പറഞ്ഞു. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ വെളിച്ചത്തിലും പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് കുട്ടിക്ക് കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഇവിടെ അടുത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കുട്ടിക്ക് അങ്ങനെ പോയ്സണായിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല, എങ്കിലും ഒരു 24 hours ഒബ്സർവേഷൻ ആവശ്യമുണ്ട്. കുട്ടിയാണ്, അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. കുട്ടി ഇപ്പോൾ സ്റ്റേബിളാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ആക്റ്റീവായിട്ട് കുട്ടി ഇരിക്കുന്നുണ്ട്. നാളെയൊക്കെ അംഗൻവാടിയിൽ വരാൻ പാകത്തിനുള്ളൊരു മൈൻഡിലായിട്ടുണ്ട്. കുട്ടി അങ്ങനെ പേടിച്ചെങ്കിലും പിന്നെ അട്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയോട് അത് പാമ്പല്ല അട്ടയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊന്ന് റിയലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടി അതിനുമായി കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇന്നലെ തന്നെ നഗരസഭയിൽ നിന്ന് അറിയിച്ചതോട് നഗരസഭാ സെക്രട്ടറി അതിന് ആക്ഷൻ എടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വന്ന് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ബാക്കിയുള്ള പ്രദേശങ്ങൾ ഏറ്റവും മോസ്റ്റ്ലി അടുത്ത് നിയറസ്റ്റ് ടൈമിൽ തന്നെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാളെ തന്നെ ആളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ക്വാർട്ടേഴ്സിനകത്തിൻ്റെ ഉള്ള ഭാഗം കൂടി പ്രത്യേകിച്ച് PWD ക്വാർട്ടേഴ്സാണ്. PWDയുടെ പ്രോപ്പർട്ടിയിൽ നഗരസഭയ്ക്ക് യാതൊരു അധികാരവുമില്ല. അവിടെ അവരാണ് ക്ലീൻ ചെയ്യേണ്ടത്. എങ്കിലും നമ്മുടെ അംഗൻവാടിയും നമ്മളും കുട്ടികളും പരിസരവാസികളുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നഗരസഭ അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി പോരുന്നുണ്ട്. അപ്പോൾ നാളെ അതിൻ്റെ ബാക്കി ക്ലീനിങ് ഒക്കെ നടത്തുന്നതായിരിക്കും. ഏതായാലും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശ്വാസം നൽകുന്ന കാര്യം. ഈ അംഗനവാടിക്ക് ചുറ്റും പ്രദേശം ഈ കാട് മൂടി കിടക്കുന്ന പ്രദേശമായിരുന്നു. ഈ സംഭവം നടന്നതിന് ശേഷം ഈ നഗരസഭയിൽ നിന്നും അധികൃതരെത്തി ഈ ഭാഗം വൃത്തിയാക്കുകയായിരുന്നു. ഈ വൃത്തിയാക്കലും ഈ കാട് വെട്ടലും ഒക്കെ മുൻപേ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു സന്ദർഭം ഒഴിവാക്കാമായിരുന്നു എന്നതാണ് ഈ കുട്ടിയുടെ രക്ഷിതാക്കളടക്കം നമ്മളോട് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സബിൻജത്തിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. എവിടെയും എപ്പോഴും ഒരു അപകടം പതിയിരിക്കുന്നുണ്ടല്ലോ എന്നൊരു കാര്യമാണ് ഇത് കണ്ടപ്പോൾ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ